റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ കൺട്രോളർ RRBയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഒരുപാട് വേക്കൻസി ഒന്നുമില്ല. ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. പോസ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ കൺട്രോളർ പോസ്റ്റ് ആണ്. സെക്ഷൻ കൺട്രോളർ പോസ്റ്റ് എന്താണെന്ന് അറിയേണ്ടവർ ഈ വീഡിയോ ഒന്ന് കാണുക. കൃത്യമായിട്ട് സെക്ഷൻ കൺട്രോളർ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സെക്ഷൻ കൺട്രോളർ എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഒന്ന്, പേ ലെവൽ 6 ആണ് ഇതിന്റെ നോട്ടിഫിക്കേഷനകത്ത് മനസ്സിലാക്കേണ്ടത്. പേ ലെവൽ 6 പോസ്റ്റ് ആണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. ബേസിക് പേ 7th പേ കമ്മീഷൻ, ഇനി 8th പേ കമ്മീഷൻ വരാൻ പോവാണ്. 7th പേ കമ്മീഷൻ വെച്ച് 35,400 ബേസിക് പേ ആണ് പറഞ്ഞത്. അപ്പോൾ ഇൻ ഹാൻഡ് ഒരു 70,000 അടുപ്പിച്ച് കിട്ടും. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട പരീക്ഷയാണ്. ഏജ് ലിമിറ്റ് 20 to 33 ഇയേഴ്സ് ആണ്. കൂടാതെ എത്ര വേക്കൻസി, ഇവിടെയാണ് നമ്മളൊന്ന് നിൽക്കുന്നത്. എത്രയാണ്? 119 വേക്കൻസിക്കാണ് കേട്ടോ. 119 ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 15/7/2026. അതായത് ജൂലൈ 15 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 14 വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. ഇപ്പൊ റെയിൽവേയുടെ എക്സാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ എല്ലാ വർഷവും ഓപ്പണിംഗ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എല്ലാ വർഷവും ആകുമ്പോഴത്തേക്ക് സാധാരണ 3 വർഷം കൂടുമ്പോഴായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എവറി ഇയർ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ NTPC ഉണ്ട്, ഗ്രൂപ്പ് ഡി ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ ഉണ്ട്, RRB JE ഉണ്ട്, ALP ഉണ്ട്. എല്ലാത്തിന്റെയും സെപ്പറേറ്റ് വേക്കൻസി വിളിക്കുന്നതുകൊണ്ടാണ് ഈ വേക്കൻസി കുറവ് വരുന്നത്. പക്ഷേ എങ്കിൽ പോലും എല്ലാ വർഷവും ഒരേപോലെ ഈ എക്സാമുകൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച അവസരമാണ് എന്ന് തന്നെ കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിന്റെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. കൺക്ലൂഡ് ചെയ്ത് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് RRB ആണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, അതായത് RRB ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പോസ്റ്റിന്റെ നെയിം എന്ന് പറഞ്ഞാൽ സെക്ഷൻ കൺട്രോളർ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 119 വേക്കൻസി ആണ്. എന്താണ്? 2026 പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. 15th ജൂലൈ മുതൽ 14th ജൂലൈ വരെയാണ് വരുന്നത്. അപ്പോൾ സാലറിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് indianrailway.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ ഞാൻ ഈ പോസ്റ്റിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. കുറെ ആളുകൾക്ക് ഡൗട്ട് ഉള്ളതാണ്, എന്താണ് ഈ സെക്ഷൻ കൺട്രോളർ പോസ്റ്റ്? ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഒരു ജോബ് പ്രൊഫൈൽ ഓഫ് സെക്ഷൻ കൺട്രോളർ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സെക്ഷൻ കൺട്രോൾ? എൻഷുർ ദ സ്മൂത്ത് ആൻഡ് സേഫ് മൂവ്മെന്റ് ഓഫ് ട്രെയിൻസ്. സ്മൂത്ത് ആൻഡ് സേഫ് മൂവ്മെന്റ് ഓഫ് ട്രെയിൻസ് കൺട്രോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട റോള് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കോർഡിനേറ്റിംഗ് വിത്ത് സ്റ്റേഷൻ സ്റ്റാഫ് ആൻഡ് ഡ്രൈവേഴ്സ്. സ്റ്റേഷൻ സ്റ്റാഫിനെയും ഡ്രൈവേഴ്സിനെയും എന്ത് ചെയ്യുക? ട്രെയിൻ ഡ്രൈവേഴ്സ് ഉണ്ടോ, ഇവരെ എല്ലാം എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. മോണിറ്ററിംഗ് ട്രെയിൻ ഷെഡ്യൂൾസ് ആൻഡ് സേഫ്റ്റി റൂൾസ്. ഷെഡ്യൂളുകൾ, ട്രെയിനിന്റെ ഷെഡ്യൂളുകൾ മോണിറ്റർ ചെയ്യുക. സേഫ്റ്റി റൂൾസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. മാനേജിങ് ട്രെയിൻ മൂവ്മെന്റ് ഡ്യൂറിംഗ് ദ ഡിലേസ് ഓഫ് എമർജൻസീസ്. ട്രെയിൻ എമർജൻസി ഒക്കെ വരുമ്പോഴത്തേക്ക് ട്രെയിൻ മൂവ്മെന്റിന്റെ പിന്നെ ടൈമിങ്ങും ഡിലേയും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുക. ഹാൻഡ്ലിംഗ് ക്രൈസിസ് എഫിഷ്യന്റ് ആയിട്ട് ക്രൈസിസ് മാനേജ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ആളാണോ ഉള്ള ആളായിരിക്കണം. അതാണ് വർക്കിംഗ് റൊട്ടേഷണൽ ഷിഫ്റ്റ്. പല ഷിഫ്റ്റുകൾ വർക്ക് ചെയ്യണം, ഇൻക്ലൂഡിങ് നൈറ്റ്, ഹോളിഡേയ്സ് ഉൾപ്പെടെ വരുന്ന ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഒരു സെക്ഷൻ കൺട്രോളർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഓവറോൾ ആയിട്ട് ഒരു സെക്ഷൻ മാനേജ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ആളായിരിക്കണം ആരെന്ന് പറയുന്നത്? ഒരു സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്. ഒറ്റ CBT 1 എക്സാമേ ഉള്ളൂ. CBT 1 CBT 2 പരീക്ഷകളില്ല. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റുകൾ മറക്കണ്ട. 15th ജൂലൈ ആണ് ഓപ്പൺ ആവുന്നത്. എന്താണ്? അതേപോലെ തന്നെ 14th ഓഗസ്റ്റ് വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് മറക്കരുത്. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമാണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 20 to 33 ഇയേഴ്സ് ആണ് വരേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇയർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയാലോ. OBC, SC ST, അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻസ്, കാര്യം എക്സ് സർവീസ് ആളുകൾക്ക് ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ് മറ്റ് പാസസ് ദ ഗ്രാജുവേഷൻ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എന്തിനു വേണ്ടത്? ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി
ഇതിന്റെ അപ്ലൈ ചെയ്യുന്നതിന് ഫീസ് സ്ട്രക്ചർ ഉണ്ട്. OBC അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി 500ഉം അതർ കാറ്റഗറീസ് 250യുമാണ്. ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നീട് എന്താ വരുന്നത്, ഇതിന്റെ ടെസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CBT1 എക്സാം, CBT എക്സാം ആണ്. കണ്ട, കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു സിംഗിൾ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഏകദേശം 70% മാർക്ക് നമ്മുടെ ഫൈനൽ മാർക്കിന് വേണ്ടി എടുക്കും. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മെന്റൽ എബിലിറ്റി അല്ലെ ആപ്റ്റിറ്റ്യൂഡ് സ്കില്ലൊക്കെ അളക്കുന്നതാണ്. അതിന്റെ 30% ചേർത്താണ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ലാസ്റ്റ് വെയിറ്റേജ് കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനുമാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞത്. അപ്പൊ CBT1 എന്ന് പറഞ്ഞ ഒറ്റ പരീക്ഷ മാത്രമാണ് ഇതിന് വരുന്നത്. ഇത് കിട്ടിയ വിദ്യാർത്ഥികൾ നമ്മുടെ അക്കാഡമിയിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വളരെ പ്രാധാന്യത്തോട് കൂടി പറയുന്നത്. ഓരോ ഓപ്പണിങ്ങും നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റത്തില്ലല്ലോടാ. അപ്പം ചിലവർ പറയും, സാർ 119 വേക്കൻസി അല്ലേ ഉള്ളൂ. പറയുന്നവർക്ക് പറയാം, പക്ഷെ 119 വേക്കൻസിയിൽ 119 ആളുകൾ എന്തായാലും കയറുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ അവസരത്തെയും നമുക്ക് എന്തായിട്ടേ കാണാൻ പറ്റുള്ളൂ, സീരിയസ് ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ റെയിൽവേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, റെയിൽവേ JEEക്ക് വേണ്ടി NTPCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാം കൂടി നമുക്ക് അതിനോടൊപ്പം സഹായകരമായി വർക്ക് ചെയ്യുമ്പോൾ എക്സാംസ് എപ്പോഴും സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ലോജിക്കൽ കേപ്പബിലിറ്റി, ദെൻ മെന്റൽ റീസണിങ് പോലെയുള്ള ടോപ്പിക്കുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആ പഠിച്ചു പോകുന്ന രീതിയിൽ പഠിച്ചങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ സാലറി സ്കെയിൽ നമുക്ക് നോക്കാമേ. സാലറി സ്കെയിൽ എന്ന് പറയുമ്പോൾ പേ ലെവൽ 6 ആണെന്ന് പറഞ്ഞു, 7th CPC വെച്ചിട്ട്. ഇനി അതിപ്പോ 8th മാറുകയാണ്. ഇതാണ് ബേസിക്കിന്റെ ഒരു കാര്യം പറയുന്നത്. ഇൻ ഹാൻഡ് സാലറി ഒരു 60,000 എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ഇയർലി 7.5 to 10 lakh ആണ് അപ്രോക്സിമേറ്റ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു 8th പേ ലെവൽ കമ്മീഷൻ വരുമ്പോഴത്തേക്ക് മിനിമം സാലറി തന്നെ ബേസിക് 45,000, ബേസിക് അല്ല 45,000 അടുപ്പിച്ച് ഒരു ഗ്രോസ് സാലറി കിട്ടുന്ന രീതിയിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ 8th പേ കമ്മീഷൻ വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു 1 lakh ഒക്കെ വരുന്ന രീതിയിൽ തന്നെ ഇതിന്റെ സ്കെയിൽ ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്കെയിൽ കണ്ടിട്ട് ആവണ കാര്യമൊന്നുമില്ല. വൃത്തിയായിട്ട് എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക, പഠിക്കുക. ഓക്കെ, കൃത്യമാണല്ലോ? ശരി, ഓക്കെ. അപ്പം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തന്നതാണ്. എന്താണ്? റെയിൽവേയുടെ സെക്ഷൻ കൺട്രോളർ നോട്ടിഫിക്കേഷൻ. തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന, റെയിൽവേ എക്സാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന, സ്റ്റാഫ് സെലക്ഷൻ എക്സാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരേ പാറ്റേണിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സാം ആണ്. ഒട്ടും സമയം കളയേണ്ട. 15 ജൂലൈ മുതൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സന്തോഷമുള്ള വാർത്തയാണ്. അതിന്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.